ആയിരുന്നു. സന്തോഷമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു ലെവലിലേക്ക് ഇവർ പെട്ടെന്നൊരു നിമിഷം എത്തിപ്പെട്ടതല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും കഠിനമായ പരിശ്രമത്തിലൂടെ തന്നെയാണ് ഇന്ന് കാണുന്ന ലെവലിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. ചിലർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ 2 വർഷങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വളരെ അമൂല്യമായ 2 വർഷങ്ങളാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ കൊറോണ മഹാമാരിയുടെ സമയത്ത് ഉണ്ടായ കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സാമൂഹികമായിട്ടൊരു സമ്പർക്കം നടത്തുന്നതിനുള്ള അവസരങ്ങളൊക്കെ വളരെ ചുരുക്കമായിരുന്നു. എൻ്റെ മകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവളിവിടെ LKGയിൽ അഡ്മിഷൻ എടുത്ത് വരുന്ന സമയത്ത് വാക്കുകൾ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാതെ വളരെ പെറുക്കി പറയുന്ന രീതിയിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇന്ന് പ്രസംഗ മത്സരത്തിൻ്റെ വേദിയിൽ അവൾ നിൽക്കുകയും സമ്മാനം വാങ്ങി വീട്ടിൽ വരികയും ചെയ്യുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് എത്രത്തോളം അത് അഭിമാനവും സന്തോഷമാണെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായും അതുപോലെ തന്നെ ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ, ഒരു വിരുന്നുകാരോ വീട്ടിലല്ലാത്ത കുടുംബാംഗങ്ങളല്ലാത്ത ഒരാൾ വരുമ്പോൾ എൻ്റെ പിറകിൽ ഒളിച്ചിരുന്ന ഒരു കുഞ്ഞ് സ്റ്റേജിൽ വന്ന് ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ ഡാൻസ് കളിക്കുകയും സോണൽ ലെവലിൽ പോയി അവൾ ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിച്ചുകൊണ്ട് വരികയും ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഇമോഷണൽ ആയിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാതെ ഇരുന്ന സമയത്ത് ഒരുപാട് മെഡിക്കൽ എയ്ഡിന് വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം കുഞ്ഞ് ഇത്രയും ഒരു അച്ചീവ്മെൻ്റ് എന്ന് തന്നെ ഞാൻ പറയും. വന്ന് നിന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അതിനുവേണ്ടി ഞാൻ എത്ര തന്നെ നന്ദി പറഞ്ഞാലും പറ്റില്ല. താങ്ക് യു BOVK ഫാമിലി. എനിക്കത് വളരെ സന്തോഷമുണ്ട്. മൂത്ത ആളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു നല്ല അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ഇളയാളുടെ ഇവിടെ തന്നെ ചേർത്തത്. ഇളയാളുടെ കാര്യത്തിലും എനിക്ക് ഒട്ടും തന്നെ നിരാശ വന്നിട്ടില്ല. അതിന് ഞാൻ വളരെയധികം കൃതാർത്ഥയാണ്. അതുപോലെ തന്നെ ഇത് അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞ് ഒരു ദിവസം പഠിക്കുന്ന പാഠഭാഗങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പേരൻസിന് അറിയാൻ കഴിയും. അത് കൂടുതലും ഇവിടെയുള്ള പേരൻസിൽ ഒട്ടുമിക്ക ആൾക്കാരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുഞ്ഞിന് എന്താണ് ഇനി പഠിക്കാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് കുഞ്ഞിനെ വീട്ടിൽ നമുക്ക് കൊടുക്കേണ്ടതായ ട്രെയിനിങ് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആദ്യമായിട്ട് അവളെ ടൂറിന് വിടുന്നത് എൻ്റെ കൂടെ അല്ലാതെ കുഞ്ഞ് മാറി മറ്റൊരാളുടെ കൂടെ ആദ്യമായി പോയതും ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഓരോന്നിലും ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത് എല്ലാം നമ്മൾ അച്ചീവ്മെൻറ്റ് സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും അക്കാഡമിക്സ് ആയാലും എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ വരില്ല. പക്ഷേ ഒരു കുട്ടി ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ പേരൻസും അതിനേക്കാൾ ഉപരി ടീച്ചേഴ്സുമാണ്. എന്തുകൊണ്ട് ടീച്ചേഴ്സ് എന്ന് പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് വൈകുന്നേരവും അതിനുശേഷം ഉറങ്ങുന്ന ടൈമുമാണ്. നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം താരതമ്യേന കുറവാണ്. കൂടുതലും ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ കൂടുതലും അവരുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് തീർച്ചയായും അവിടെ നിന്ന് തന്നെയാണ്. ഞാൻ അഭിമാനത്തോടെ തന്നെ പറയാം, എൻ്റെ കുഞ്ഞിനെ ആ രീതിയിൽ വാർത്തെടുത്തത് ഈ വിദ്യാലയം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമൂല്യമായിരുന്ന നിമിഷങ്ങളെ എല്ലാവർക്കും പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ വ്യക്തിപരമായ പേരിലും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഇത്തരത്തിലൊരു മുഹൂർത്തത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം. Respected Principal Anna Ma'am, Sir Anil Shachan, Honorable Chief Guest Reverend Shindu George Handy, we love all other dignitaries in the days, dedicated teachers, fellow parents, and our wonderful little graduates, good evening. Today is a day filled with pride and joy. As a parent representative, I am honored to celebrate this milestone with you all. Dear children, you have just completed your very first big chapter. We have watched you grow from nervously holding crayons to confidently writing your names and making your first best friends. We are so incredibly proud of the little people you are becoming. To the principal and the kindergarten team, thank you. Thank you for your endless patience and for creating a second home for our children. You have just got the ABCs. You
have nurtured their confidence and taught them how to be kind. To our graduates, as you head off to grade 1, keep that wonderful curiosity alive. Keep smiling, keep learning, and always remember how much we love you. On behalf of Parents Forum, a hearty congratulations to the UKG class of 2025 to 2026. Thank you. Thank you, ma'am. As we come to the close of this beautiful evening, I invite Jeffna Mariam Head of UKG A to deliver the vote of thanks. Principal ma'am, Vatsa Rajan, dear teachers, parents and my dear friends. Good evening everyone. Thank you for coming to our graduation day. I thank our principal ma'am for allowing us and taking care of our school. I thank my teacher helping us, teaching us every day. Thank you everyone. Thank you, dear Jeffna. Now I request Reverend Shindhu John Chandy to kindly lead us in the closing prayer. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ മനോഹരമായ ദിവസത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ കൂട്ടായ്മയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റും. ദൈവമേ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും അവരുടെ ചിരികളിലൊക്കെ പങ്കാളികളാകുവാനും ലഭിച്ച അവസരത്തിനായിട്ട് നന്ദി കരയറ്റും. ദൈവമേ, അവരിന്ന് ഈ ദിവസം ഒരു ഗ്രാജുവേഷൻ സെറമണിയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യാപരിച്ച എല്ലാ കൃപകൾക്കുമായിട്ട് നന്ദി കരയറ്റും. ഈ നിമിഷം വരെ അവിടുന്ന് പ്രിയ കുഞ്ഞുങ്ങളെ അവിടുന്ന് പരിപാലിച്ചു എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറച്ചതിനായിട്ട് നന്ദി കരയറ്റും. അവർ പോകുന്ന ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ജീവിക്കുവാനും ഒക്കെ എൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കുമായിട്ട് നന്ദി കരയറ്റുന്നു. പാരൻസിനെ എല്ലാം തിരുക്കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ നല്ല ദാനങ്ങൾക്കും നല്ല അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി കരയറ്റുന്നു. അവരെ പഠിപ്പിച്ച് ഇത്രത്തോളം വലുതാക്കിയ ടീച്ചേഴ്സിനെ തിരുക്കരങ്ങളിൽ ഓർക്കുകയും അവരുടെ ജീവിതത്തിലും എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിലെ തിരുക്കരങ്ങളിൽ ഓർക്കുകയും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും തലമുറകളെയൊക്കെ വാർത്തെടുക്കുവാനും നൽകിയിരിക്കുന്ന ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിക്കുന്നതിനായിട്ട് നന്ദി കരയറ്റും. തുടർന്നും ഈ സ്ഥാപനത്തെ പ്രവർത്തിക്കുന്ന എല്ലാവരും തിരുക്കരങ്ങളിൽ ഓർക്കുന്നു. അവിടുന്ന് തന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം. യേശു രക്ഷകൻ മൂലം അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ പ്രാർത്ഥനയിലോർത്ത് എല്ലാ കാര്യങ്ങളോടും പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ സെറമണി പൂർത്തീകരിച്ച് ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന പ്രിയ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.